الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം തുർമുദിയും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി. നിങ്ങളിൽ ആരെങ്കിലും അവരുടെ ഭവനത്തിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ അവരുടെ വഴികളിൽ നിർഭയത്വമുള്ളവനായി മാറിയാൽ, നേരം പുലരുമ്പോൾ പ്രഭാതത്തിൽ നിങ്ങളിൽ ആരെങ്കിലും നിർഭയമുള്ളവനാണ്, വീടുകളിൽ നിർഭയമായി കഴിയാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾക്ക് നിർഭയത്വമുണ്ട്, ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, മുആഫൻ ഫീ ജസദി, അവരുടെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, അള്ളാഹു സൗഖ്യം നൽകിയിട്ടുണ്ട്, രോഗങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാത്ത ഒരവസ്ഥ പ്രഭാതത്തിൽ നിങ്ങൾക്കൊരാൾക്കുണ്ട് എങ്കിൽ, ഇൻദഹു ഖൂതു യൗമി, അവൻ്റെ അടുക്കൽ അന്നേ ദിവസത്തേക്കുള്ള ഭക്ഷണവുമുണ്ട്, വിശപ്പകറ്റാൻ ദാഹമകറ്റാനുള്ളതായ വിഭവങ്ങളും അവനുണ്ട് എങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, അവന് ദുനിയാവിലെ വിഭവങ്ങൾ സമ്പൂർണമായി നൽകപ്പെട്ടവനെ പോലെയാണ്, അവനതു മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസാണ്. ഒരാൾക്ക് അവൻ്റെ വീട്ടിൽ അവൻ്റെ നാട്ടിൽ നിർഭയത്വമുണ്ടാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അത് ലംഘിക്കപ്പെടുമ്പോഴാണ്, അതില്ലാതെയാകുമ്പോഴാണ് അതിൻ്റെ വില എത്രയാണ് എന്നുള്ളത് മനുഷ്യർക്ക് മനസ്സിലാകൂ എന്ന് സലഫുകൾ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അമ്നിൻ്റെ, നിർഭയത്വത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് എടുത്തെടുത്തു പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കാണാം. ഖുറൈശികളോട് അള്ളാഹു പറയുകയാണ്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾ ഈ ഭവനത്തിൻ്റെ, കഅബയുടെ ഉടമസ്ഥനായ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലദീ അത്അമഹും മിൻ ജൂ', വിശപ്പിൽ നിന്ന് വിശപ്പകറ്റാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണവൻ. വേണ്ട രീതിയിലുള്ള വിഭവങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, പക്ഷേ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശപ്പ് അകറ്റാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ നൽകുന്നുണ്ട്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് അവർക്ക് അല്ലാഹു നിർഭയത്വവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്, നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത്. ഇത് വേറെയും പല ആയാത്തുകളിലും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സബയിലെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞു: വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറ. നിങ്ങൾക്കും നാം അനുഗ്രഹം ചെയ്തിരിക്കുന്നതായ നാട്ടിനും ഇടയിൽ വ്യത്യസ്തങ്ങളായ ഗ്രാമങ്ങൾ, പ്രകടമായ ഗ്രാമങ്ങൾ നാം സ്ഥാപിച്ചു. സബയിനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതായ നാട്, അത് ഏത് നാടാണെന്ന് വ്യത്യസ്ത മുഫസ്സിറുകൾ അഭിപ്രായം പറയുന്നുണ്ട്. അതിനുമിടയിൽ വ്യത്യസ്തങ്ങളായ ഗ്രാമങ്ങൾ നാം നിങ്ങൾക്ക് സ്ഥാപിച്ചു നൽകിയിട്ടുണ്ട്. വഖദ്ദർനാ ഫീഹ സൈർ, അവിടെയെല്ലാം നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടത്താവളത്തിനു വേണ്ടിയുള്ള കേന്ദ്രങ്ങളും വെള്ളമുള്ള വിഭവങ്ങളുള്ള സ്ഥലങ്ങളും നാം ഒരുക്കി തന്നിട്ടുണ്ട്. സീറു ഫീഹാ ലയാലിയ വഅയ്യാമൻ ആമിനീൻ, രാവുകളിലും പകലുകളിലുമെല്ലാം നിങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു കൊള്ളുക നിർഭയരായിക്കൊണ്ട്. നിങ്ങൾക്ക് പേടിക്കാൻ യാതൊന്നുമില്ല. ഇവിടെ നിർഭയത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ രാപ്പകലുകളിൽ നിങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു കൊള്ളുക എന്നല്ലാഹു പറയുകയാണ്. മറ്റൊരായത്തിൽ പ്രകാരമാണ്: അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ, അവർ കാണുന്നില്ലേ നാം അവർക്ക് പേടിയില്ലാത്തതായ, ഭയപ്പെടേണ്ടതില്ലാത്തതായ, നിർഭയത്വമുള്ള ഒരു ഹറം നാം അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹിം, അവരുടെ ചുറ്റും പല നാടുകളിലും ആളുകൾ റാഞ്ചപ്പെടുകയാണ്, റാഞ്ചിയെടുത്തു കൊണ്ടുപോവുകയാണ്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വഴികളിലും നാടുകളിലുമെല്ലാം നിർഭയമായിട്ട് ആളുകൾക്ക് കഴിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭയപ്പാടുകൾ പല നാടുകളിലുമുണ്ട്. അവർക്കാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വമുള്ള ഒരു ഹറം നൽകിയിരിക്കുന്നത് അവർ കാണുന്നില്ലേ? എന്നിട്ട് അവർ കുഫർ ചെയ്യുകയാണോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അൽ മുഅ്മിൻ. വിശുദ്ധ ഖുർആനിൽ കാണാം: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ. അൽ മുഅ്മിനാണവൻ, നിർഭയത്വം നൽകുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭയപ്പാടുകളിൽ നിന്ന് ആളുകൾക്ക് നിർഭയത്വം കൊടുക്കുന്നവൻ, സുരക്ഷ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ നിർഭയത്വം ഏത് സമയത്തും ഇല്ലാതെയാകാം. സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥകൾ വന്നേക്കാം. നമുക്കറിയാം, പല നാടുകളിൽ നാം കാണുന്നുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളെയുമായി രോഗം ബാധിച്ചിരിക്കുന്ന ആളുകൾ, വാർദ്ധക്യത്തിലുള്ള ആളുകൾ പേടികൊണ്ട് നെട്ടോട്ടമോടുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട് പല നാടുകളിലും. ടെന്റുകളിൽ കഴിയുന്ന ആളുകളുണ്ട്, ഭക്ഷണം ലഭിക്കാത്ത ആളുകളുണ്ട്, ഒരു നേരം പോലും വെള്ളമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടുക അത് നഷ്ടപ്പെടുമ്പോഴാണ്. ഇത് നഷ്ടപ്പെട്ടാൽ അറിയാം അതിൻ്റെ വില എത്രയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമെല്ലാം ധാരാളം പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസപ്പിറ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈ മാസത്തിൽ, ഈ ഒരു പൊതുപിറവിയിൽ നിർഭയത്വം നൽകണമേ, ഈമാനോട് അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്തുർ ഔറാത്തിന. അല്ലാഹു, നീ ഞങ്ങളുടെ ന്യൂനതകളെ മറച്ചു വെക്കണമേ, ഞങ്ങളെ നീ വഷളാക്കരുതേ, ഞങ്ങളുടെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ. വാമിൻ റൗആത്തിന, ഭയപ്പാടുകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇതേ പ്രാർത്ഥന നടത്തുന്നുണ്ട്: റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വർസുഖ് അഹ്ലഹു മിന സമറാത്ത്. അല്ലാഹു, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്ക്,
അവിടെയുള്ള ആളുകൾക്ക് നീ വ്യത്യസ്ത സമറാത്തുകളാൽ റിസ്ക് നൽകുക എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ റിസ്ക്കിനേക്കാൾ മുന്തിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് നിർഭയത്വമാണ്. ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, വിഭവങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ നിർഭയത്വമില്ല എങ്കിൽ ഒരു ഫലവുമില്ല. എത്ര സ്വാധീനമുണ്ടെങ്കിലും എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും പേടിയോടെയാണ് ഒരാൾക്ക് ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. രാത്രി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, പേടിയാണ്. ശത്രുക്കളുടെ ആക്രമണമായിരിക്കാം, അല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ നിർഭയത്വത്തോടെയുള്ള ജീവിതം ദുസ്സഹമാണ്, സമാധാനമില്ലാത്തതാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും ആദ്യം മുന്തിക്കുന്നത് നിർഭയത്വത്തിന് വേണ്ടിയിട്ടാണ്. നിർഭയത്വം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പല പല ദുരന്തങ്ങളുണ്ട്. ദീനിയായ നഷ്ടങ്ങളുണ്ട്, അതേപോലെ തന്നെ ദുനിയാവിലും വലിയ നഷ്ടങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഫമാ ആമന ലിമൂസ ഇല്ലാ ദുർരിയത മിൻ ഖൗമി. മൂസ അലൈഹിസ്സലാമിൽ ചില ആളുകളല്ലാതെ, ചില യുവാക്കളല്ലാതെ അദ്ദേഹത്തിന്റെ ഖൗമിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അലാ ഖൗഫിൻ മിൻ ഫിർഔന വ മലഇഹിം അൻ യഫ്തിനഹും. ഫിർഔനും അവന്റെ നേതാക്കളും കുഴപ്പമുണ്ടാക്കുമെന്ന് പേടിച്ചുകൊണ്ട്. അപ്പോൾ പേടിയില്ലാതെ നിർഭയത്വത്തോടെ ദീനാചരിക്കാൻ സാധിക്കുക എന്നത്, അത് പ്രബോധനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നാശങ്ങളുണ്ടാകും. ദീൻ നല്ല രീതിയിൽ ആചരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് പഠിക്കാനുമെല്ലാം അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിർഭയത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർഭയത്വമാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നാട്ടിൽ, ഒരു വീട്ടിൽ നിർഭയത്വം ലഭിക്കുന്നത് തൗഹീദ് മുറുകെ പിടിക്കുമ്പോഴാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ ആളുകൾക്ക് അള്ളാഹു വാക്കുകൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ വ്യക്തമായി പറയുന്ന ആയത്താണ്. ഈമാനുള്ള അമലുസ്വാലിഹാത്തുകൾ ഉള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. മുൻഗാമികളായ ആളുകൾക്ക് ഭൂമിയിൽ അധികാരം നൽകിയതുപോലെ, ഖിലാഫത്ത് നൽകിയതുപോലെ, ഈമാനും അമലുസ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് അല്ലാഹു അവരെ ഭൂമിയുടെ അനന്തരവന്മാരാക്കും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. അല്ലാഹു അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്ന ദീനിന് വലിയ സ്വാധീനം നൽകും. ആ ദീൻ ഭൂമിയിൽ ആചരിക്കാനും അത് നടപ്പിലാക്കാനും ഉള്ള രീതിയിൽ വലിയ സ്വാധീനവും നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. അവർക്ക് ആദ്യകാലങ്ങളിൽ പേടിയുണ്ടായിരുന്നുവെങ്കിൽ ആ പേടി മാറ്റിയിട്ട് അതിനു പകരം നിർഭയത്വവും അല്ലാഹു നൽകും. ഒരു പേടിയുമില്ലാതെ ദീൻ പ്രചരിപ്പിക്കാനും ആചരിക്കാനുമുള്ളതായ നിർഭയത്വവും അല്ലാഹു നൽകും. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഈമാനും അമലു സ്വാലിഹാത്തും ചെയ്യുന്നതോടെ എനിക്ക് മാത്രമായിരിക്കണം അവരുടെ ഇബാദത്തുകൾ. എന്നിൽ ഒരു രീതിയിലും അവർ പങ്കുവെച്ചുകൂടാ, ശിർക്ക് ചെയ്തുകൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, അല്ലദീന ആമനു വലം യുൽബിസു ഈമാനഹും ബിദുൽമിൻ. വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ഈമാനിനെ ദുൽമ് കൊണ്ട് അവർ കൂട്ടിച്ചേർത്തിട്ടില്ല, ദുൽമ് അതിലേക്ക് ചേർത്തിട്ടില്ല. എന്താണ് ഈ ദുൽമ്? സ്വഹാബികൾക്ക് പേടിയായി ഇത് ഈ ആയത്തിറങ്ങിയപ്പോൾ. പല പല അക്രമങ്ങൾ ആളുകളിൽ സംഭവിക്കലുണ്ട്. അക്രമങ്ങൾ സംഭവിച്ചാൽ ഉടനെ അത് നാശത്തിലേക്ക് പോകുമോ എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ആ ദുൽമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്കാണ്. ശിർക്കില്ലാതെ, ശിർക്ക് കലരാത്ത ഈമാൻ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം ഉണ്ടാവുക. വഹും മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ സച്ചരിതരായ ആളുകൾ, മാർഗദർശനം നൽകപ്പെട്ടവർ അവർക്കായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. തൗഹീദ് ഏതൊരാളുടെ ജീവിതത്തിലാണോ ഉള്ളത്, ഏതൊരു കുടുംബത്തിലാണോ, നാട്ടിലാണോ, രാജ്യത്താണോ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകും, നിർഭയത്വമേകും, അവർക്ക് അല്ലാഹു സമൃദ്ധി നൽകും. എപ്പോഴാണോ അത് നഷ്ടപ്പെടുന്നത്,
അവിടെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നിർഭയത്വം. സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നത്. അതിന് ലംഘനമുണ്ടാകുന്ന, അതിന് കളങ്കമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും അഹ്ലുസുന്നയുടെ ആളുകൾ ഒരു നാട്ടിൽ നിർഭയത്വമുണ്ട് എങ്കിൽ, സമാധാനമുണ്ട് എങ്കിൽ അതിനെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയിലും അവരേർപ്പെടുകയില്ല. ആ നാട്ടിൽ സ്വസ്ഥത ഉണ്ടാകേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ. ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏറ്റവും ഗുരുതരമായ പ്രവൃത്തി ശിർക്ക് സംഭവിക്കലാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിൽ നിന്ന്, ഏകത്വത്തിൽ നിന്ന് തെറ്റിപ്പോകലാണ്. അതോടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എപ്പോഴാണ് നിർഭയത്വം നഷ്ടപ്പെടുക, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അള്ളാഹു പറയുന്നത് കാണാം, വദറബല്ലാഹു മസലൻ ഖറിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ ഉപമയായി പറഞ്ഞു തരികയാണ്, ഉപമിക്കുകയാണ്. കാനത്ത് ആമിനതൻ മുത്മഇന്ന. ആ നാട് വളരെ നിർഭയത്വത്തോടെ സമാധാനപൂർവമായി ജീവിക്കുന്ന നാടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്വസ്ഥമായി ജീവിക്കുന്ന നാടായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. അവിടേക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സുഭിക്ഷമായി റിസ്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മക്കയെ സംബന്ധിച്ച് പറയുന്നതാണ്, സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ റിസ്കുകൾ, വിഭവങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫകഫറത് ബി അൻഉമില്ലാ. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു, നന്ദികേട് കാണിച്ചു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭയത്തിൻ്റെ, വിഷപ്പിൻ്റെ വസ്ത്രങ്ങൾ, ഉടയാടകൾ അവരെ അണിയിച്ചു. അവർക്ക് പട്ടിണി കൊടുത്തു, അവർക്ക് പേടി കൊടുത്തു, നിർഭയത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നല്ലാഹു പറയുകയാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വലിയതാണ്. പഴയകാലത്തെല്ലാം നമുക്ക് മഴ വർഷിക്കുമ്പോൾ നല്ല സന്തോഷമാണെങ്കിൽ, അടുത്ത കുറേ വർഷങ്ങളായിട്ട് മഴ പെയ്യുമ്പോൾ തന്നെ പേടിയാണ്. ശക്തമായി മഴ പെയ്യുമ്പോൾ പേടി ഉള്ള അവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. നല്ല സ്വസ്ഥമായി, നല്ല സൗന്ദര്യമുള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്, ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുകയാണ്, നല്ല ഭക്ഷണമുണ്ട്, താമസ സൗകര്യങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിഷേധിച്ചാൽ, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ശിക്ഷ വരുമെന്നാണ്, വലിയ പ്രയാസങ്ങളുണ്ടാകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ ഉപമിച്ച് പറയുകയാണ്. അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ ജീവിച്ചതായിരുന്നു. പക്ഷേ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നിഷേധിച്ചു. അപ്പോൾ ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. അള്ളാഹു അവർക്ക് പട്ടിണി കൊടുത്തു, അതേപോലെ തന്നെ ഭയവും അവർക്ക് ഇട്ടുകൊടുത്തു. മറ്റൊരായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ. ആ നാട്ടിലുള്ള ആളുകൾ അവർ യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കുകയും തഖ്വയുള്ളവരായി മാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. നാം അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വലിയ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു, ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കുമായിരുന്നു അനുഗ്രഹങ്ങൾ. അവർക്ക് ഇനിയും സുഭിക്ഷമായി കഴിക്കാൻ, ജീവിക്കാനുള്ള സൗഭാഗ്യം ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ വലാകിൻ കസ്സബു, അവർ കളവാക്കി കളഞ്ഞു. അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ നന്ദികേട് കാണിച്ചു അവർ. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത ആ പാപത്തിന്റെ കാരണത്താൽ
ശിർക്കിന്റെ കാരണത്താൽ, കുഫറിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫ അമിന അഹ്ലുൽ ഖുറ, ആ നാട്ടിലുള്ള ആളുകൾ നിർഭയരായിരിക്കുകയാണോ? ഒരു പേടിയും അവർക്കില്ലേ? അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ, രാത്രികളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വന്ന് അവരെ പിടികൂടുമെന്നുള്ള പേടി അവർക്കില്ലേ? നിർഭയരായിട്ട് അവരിങ്ങനെ കഴിയുകയാണോ? രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയേക്കാം. അവ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യലഅബൂൻ, പകൽ സമയങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കെ അവരിലേക്ക് നമ്മുടെ ശിക്ഷ വന്നിറങ്ങുമെന്നതിനെ സംബന്ധിച്ച് പേടിയില്ലേ അവർക്ക്? അവർ നിർഭയരായി ഇങ്ങനെ കഴിയുകയാണോ? അഫ അമിനു മക്റല്ലാ, അള്ളാഹുവിന്റെ തന്ത്രത്തെ സംബന്ധിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജയപ്പെട്ട ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരായിരിക്കുകയില്ല. പേടി വേണം. ഏത് സമയത്തും അള്ളാഹുവിന്റെ ശിക്ഷ വരാം. ഇന്ന് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല രീതിയിൽ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു നിമിഷം മതി നഷ്ടപ്പെട്ടു പോകാൻ. ഭക്ഷണം ഉണ്ടാകാം, പക്ഷേ കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകാം. ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം, കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടേക്കാം, ജോലി നഷ്ടപ്പെട്ടേക്കാം. പല പല ശിക്ഷകളും പെട്ടെന്ന് തന്നെ നിങ്ങളെ പിടികൂടിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ നിർഭയരായിരുന്നുകൂടാ. അള്ളാഹുവിന്റെ മക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേടി വേണം. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ വന്ന് പിടികൂടും. നമുക്ക് സുഭിക്ഷമായി ഇരിക്കുന്ന സമയത്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം. അതല്ല എങ്കിൽ വലിയ അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, സുഭിക്ഷമായി നിങ്ങൾ ജീവിക്കുമ്പോൾ, ഐശ്വര്യത്തിലുള്ളപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുക. എങ്കിൽ യഅരിഫക ഫി ശിദ്ദ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അള്ളാഹു നിങ്ങളെ കണ്ടറിയും, അള്ളാഹു നിങ്ങൾക്ക് സഹായമേകും. ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴല്ല അള്ളാഹുവിലേക്ക് തിരിയേണ്ടത്, അതിനു മുമ്പേ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുക. എന്നാൽ ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സഹായം എത്തിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഫിശ്ശദാഇ ഇൻദ ശദാഇദി വൽ കർബ്, കഠിനമായ പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അള്ളാഹു ദുആക്കുത്തരം നൽകുന്നത് ആർക്കെങ്കിലും സന്തോഷമുണ്ട് എങ്കിൽ ഫൽയുക്സിരി ദുആഅ ഫിർ റഖാ, ഐശ്വര്യമുള്ള സമയത്ത്, പ്രയാസങ്ങളൊന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊള്ളുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊള്ളുക. എന്നാൽ ഏതെങ്കിലും ഒരു പ്രയാസം, ദുരിതം നിങ്ങളിലേക്ക് വരുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സഹായം എത്തിക്കും. പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിയുകയല്ല. നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ, ഐശ്വര്യമുള്ള സമയത്ത് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനോട് ദുആകൾ ചെയ്യുക, നിർബന്ധമായ കാര്യങ്ങൾ ചിട്ടയോടെ നിർവഹിക്കുക, ഐച്ഛികമായ കാര്യങ്ങളിൽ വർധനവ് കാണിക്കുക. എങ്കിൽ പ്രയാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? സഹായം നൽകും. നമുക്കറിയാം, ധാരാളം സ്ഥലങ്ങളിൽ ഈ അനുഗ്രഹം നഷ്ടപ്പെട്ട ആളുകൾ നമുക്കറിയാം. പലപ്പോഴും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ധാരാളം പ്രയാസങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ഇത് ആർക്കും വരാവുന്നതാണ്. നമ്മുടെ നാടുകളിൽ തന്നെ കണ്ടതാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല ദുരിതങ്ങളിലും ഇത് ഏത് സമയത്തും ഏത് മനുഷ്യനും വരാം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഐശ്വര്യമുള്ള സമയത്ത് മടങ്ങുക, ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിന് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക്, പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. രോഗികൾക്ക് രോഗങ്ങളിൽ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.